C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. സർ, എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും സാർ കേൾക്കണം. ശ്രീലക്ഷ്മി, വീട്ടിൽ പറയാനുള്ളത് വീട്ടിൽ. ഇത് വീടല്ല, ഓഫീസാണ്. ഇന്നലെ രാത്രി ഞാൻ പറയാൻ വന്നപ്പോ സാറ് സമ്മതിച്ചില്ല. സാറ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാവിലെ ഞാൻ ശ്രമിച്ചു, സാർ കേട്ടില്ല. അതാ ഞാൻ ഇവിടെ വന്ന ശേഷം പറയാന്ന് കരുതിയത്. ശരി, തനിക്ക് എന്താ ഇനി പറയാനുള്ളത്? ആ മുറിയിൽ അറിയാതെ കയറിയെന്നാണോ, അതോ ഇനി ആവർത്തിക്കില്ലെന്നോ? ഇത് തന്നെയല്ലേ കഴിഞ്ഞ തവണയും പറഞ്ഞത്? രേഖ മാഡം മനഃപൂർവ്വം ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അനിയത്തി കുട്ടി മനഃപൂർവ്വം ചെയ്തതോ അല്ലാതെയോ എന്തോ ആയിക്കോട്ടെ, തെറ്റ് ചെയ്തതാരവിടെ? കുറ്റക്കാരി ആയതാരവിടെ? അത് മാത്രമോ വീട്ടിലുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ച്? അതിനപ്പുറം നിന്നെ സ്നേഹിക്കുന്ന എന്റെ അമ്മയടക്കം അനിയത്തിക്കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി നിൽക്കുന്നത് ശ്രീലക്ഷ്മി കണ്ടതല്ലേ? ഞാൻ പറയുന്ന സാറൊന്ന് വിശ്വസിക്ക്. വീഡിയോയില് രേഖ മാഡം കാണിച്ച സംഭവം എനിക്ക് ഓർമ്മയില്ല. ശരി, അത് പോട്ടെന്ന് വെച്ചാലും ഇന്നലെ താൻ എന്തിനായിരുന്നു ആ മുറിയിൽ കയറിയത്? ഞാനൊരു ദിവസം ചാവിയെടുത്ത് തന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞതല്ലേ അകത്ത് കയറി തന്റെ സംശയങ്ങളെല്ലാം തീർക്കാൻ. അപ്പൊ എന്നോട് എന്താ താൻ പറഞ്ഞത്? ഇനി ഒരിക്കലും അതിനകത്ത് കയറില്ലാന്ന്. വാക്കൊന്ന്, പ്രവൃത്തി വേർന്നു. അങ്ങനെ ഒരാളെ ഇനിയും ഞാൻ എങ്ങനെ വിശ്വസിക്കുക? സർ, ഇതിന്റെ ഒക്കെ സത്യാവസ്ഥ സാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇനി എന്ത് സത്യാവസ്ഥയാണ് ശ്രീലക്ഷ്മി? അനിയത്തിക്കുട്ടി പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ താൻ അപ്പോ പ്രൂവ് ചെയ്യണമായിരുന്നു. അതിന് തനിക്ക് സാധിച്ചില്ലല്ലോ. ശരിയാണ് സർ, സാധിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ഈ നിമിഷം വരെ എന്നോട് ചോദിച്ചോ? സാറെങ്കിലും ചോദിച്ചോ? എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് തോന്നി. എന്നോട് താൻ പറയുന്നത് വേറെ, പ്രവർത്തിക്കുന്നത് വേറെ. 100% തന്റെ ഭാഗത്താണെന്ന് തെറ്റ്. ആ തെറ്റിനെ ഞാനും ന്യായീകരിച്ച് ഞാനും കുറ്റക്കാരനാവണമെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? സാർ വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുക. എനിക്ക് വേറെ ആരെയും ബോധ്യപ്പെടുത്തണ്ട. പക്ഷെ അമ്മയെ സാറിനെങ്കിലും എനിക്ക് ബോധ്യപ്പെടുത്തണം. അതിപ്പോഴല്ല, വീട്ടിലെല്ലാവരും കൂടി തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയപ്പോൾ ബോധിപ്പിക്കണമായിരുന്നു. ഇപ്പോ ശ്രീലക്ഷ്മി പറയുന്നത് ഞാൻ വിശ്വസിച്ചൊന്നിരിക്കട്ടെ. ഞാൻ പോയി പറഞ്ഞാൽ അവിടെ ആരൊക്കെ താനിപ്പോ പറയാൻ പോകുന്ന കഥ വിശ്വസിക്കും? കഥയല്ല സർ, സത്യം. ഞാൻ എന്തിനാണ് ആ മുറി പോയതെന്നല്ലേ എല്ലാവർക്കും അറിയേണ്ടത്. സാർ എന്തിനാണോ ഇടയ്ക്ക് അവിടെ പോകുന്നത് അതിന് തന്നെ, അല്ലെങ്കിൽ അതിനപ്പുറം എന്തിനെങ്കിലും. അല്ലാതെ രേഖ മാഡം പറഞ്ഞതുപോലെ ആഭരണങ്ങൾ കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടോ അവിടെ ആരുടെ സമാധാനം കളയാനോ അല്ല. എങ്കിലും അത് ശ്രീലക്ഷ്മിക്ക് എന്നോട് പറയായിരുന്നില്ല. ഞാൻ ചാവി എടുത്ത് തരുമായിരുന്നല്ലോ. ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് ഇങ്ങനൊരു സാഹസം കാണിക്കേണ്ട കാര്യം എന്തായിരുന്നു? അതൊന്നും പറഞ്ഞ സാറിന് മനസ്സിലാവുകയില്ല. സാർ വിശ്വസിക്കുകയില്ല. ഓ, ഇപ്പൊ അങ്ങനായോ? എനിക്ക് മനസ്സിലാവില്ല. ശരിയാ, എനിക്കെന്നല്ല, ആർക്കും താൻ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ കാണിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും ആർക്കും മനസ്സിലായിന്ന് വരില്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും എല്ലാം ബോധ്യാവും. അതിനായിട്ടുള്ള അന്വേഷണത്തിലാണ് ഞാൻ. അതുവരെ എല്ലാരും കൂടി എന്നെ കുറ്റക്കാരി എന്ന് മുദ്ര കുത്തിയാലും ഇപ്പോഴുള്ള എന്റെ യാത്രയിൽ തടസ്സം വരില്ല. എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യം ഇനി പറഞ്ഞാലും സാർ അത് വിശ്വസിക്കാനും പോകുന്നില്ല. ഇതൊന്നും എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല എന്ന് മാത്രം സാർ അറിഞ്ഞാ മതി. തൽക്കാലം ഞാൻ ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നെ പോലൊരു സാധാരണ പെൺകുട്ടിക്ക് അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ആദ്യത്തെ കാര്യം അതിനായി ശ്രമിക്കുക എന്നുള്ളതാ. ശ്രമിക്കും ഞാൻ.
സാന്ദ്ര മാഡം പ്ലീസ് എന്നെ പഴയ പോലെ ശ്രീലക്ഷ്മി എന്നെ വിളിക്കാവൂ. ഞാൻ പഴയ ശ്രീലക്ഷ്മി തന്നെ. ഏയ് അല്ല മാഡം, ഒഫീഷ്യൽ ആയാലും അൺഒഫീഷ്യൽ ആയാലും ശ്രീലക്ഷ്മി മാഡത്തിന്റെ സ്ഥാനം എന്റെ എത്രയോ മുകളിലാ. അല്ല മാഡം ഇപ്പൊ വന്നത് എന്തെങ്കിലും എമർജൻസി ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചാ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഏയ് എമർജൻസി ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങള് മാഡത്തിൽ നിന്ന് അറിയാനുണ്ട്. ദാറ്റ്സ് ഓൾ. മാഡത്തിന് എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. അത് എന്താ മാഡം, എന്താ ഒരു മടി പോലെ? മാഡത്തിന്റെ ഏത് ക്വസ്റ്റ്യനും ആൻസർ തരാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. ബിക്കോസ് ദാറ്റ്സ് മൈ ഡ്യൂട്ടി. അയ്യോ അത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് ഒരാളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം. ആരെക്കുറിച്ച്? ആരെക്കുറിച്ചാ മാഡത്തിന് അറിയേണ്ടത്? രാജാറാം സാറിനെ കുറിച്ച്. രാജാറാം സാറിനെ കുറിച്ചോ? എന്താ മാഡം, അമ്മാവൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടാണോ അമ്മാവനെ കുറിച്ച് തിരക്കാൻ മാഡം തീരുമാനിച്ചത്? അയ്യോ അങ്ങനെ രാജാറാം സാറിനെ കുറിച്ച് തിരക്കി ഇറങ്ങിയിരിക്കുമല്ല. ജസ്റ്റ് ഒന്ന് രണ്ട് കൺഫ്യൂഷൻ, അതൊന്ന് ക്ലിയർ ചെയ്യണം, അത്രേ ഉള്ളൂ. ആഹാ, അത് മാഡത്തിന് ഈസി അല്ലേ? രാജാറാം സാറിന്റെ A to Z കാര്യം അറിയാവുന്നയാള് കൂടെ തന്നെ ഉള്ളപ്പോ മാഡത്തിന് എന്തിനാ എന്റെ ഹെൽപ്പ്? മാഡത്തിന് മനസ്സിലായില്ലേ? മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. ഐ മീൻ രവിചന്ദ്രവർമ്മൻ സർ. അല്ലെങ്കിൽ ഗായത്രി അമ്മയോട് ചോദിച്ചാലും മതി. അല്ല മാഡം, അങ്ങനെ ചോദിക്കാനും മാത്രം വലിയ കാര്യങ്ങളൊന്നുമില്ല. രാജാറാം സാർ ഇപ്പോഴും പഴയ വീട്ടിൽ തന്നെയാണോ താമസം? രവി സാറിന്റെ ആദ്യത്തെ കല്യാണത്തിന് ശേഷം എന്തൊക്കെയാ രാജാറാം സാറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അങ്ങനെയുള്ള ചില ഡൗട്ടുകൾ, അത്രേ ഉള്ളൂ മാഡം. എന്താ സാന്ദ്ര മാഡം, എന്തിനാ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതെ. ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഡൗട്ട്സ് കൊള്ളാം. എന്റെ പൊന്ന് ശ്രീലക്ഷ്മി മാഡം, രവി സാറിന്റെ ആദ്യത്തെ കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞാ ഞാൻ ഈ വർമ്മൻ കമ്പനിയിൽ വരുന്നതും രവി സാറിനെ രാജാറാം സാറിനെ ഒക്കെ നേരിട്ട് കാണുന്നതും. അല്ല മാഡം, പിന്നീട് എപ്പോഴെങ്കിലും രാജാറാം സാർ ഇതിനെപ്പറ്റി വല്ലതും മാഡത്തിനോട് പറഞ്ഞിരുന്നോ? സത്യം പറയാലോ മാഡം, ഞങ്ങൾ മിക്ക കാര്യങ്ങളും ഷെയർ ചെയ്യാറുള്ളതാ, കൂടുതലും ഞാൻ. കാരണം ഇവിടെ വന്നു കയറിയ നാളു മുതൽ രാജാറാം സാർ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സാറിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഇതുവരെ ചോദിച്ചിട്ടില്ല, സാറോട്ട് പറയാറുമില്ല. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങള് രാജാറാം സാറുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതായത് ഞാൻ എടുക്കുന്ന 2 തീരുമാനങ്ങൾ ഒന്നാക്കാൻ രാജാറാം സാർ എന്നെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. തീരുമാനം എടുക്കാൻ പറ്റാതെ വരുമ്പോ സാറിനോട് ഞാൻ അഭിപ്രായം ചോദിക്കും. ഉചിതമായ തീരുമാനം സാർ എനിക്ക് പറഞ്ഞു തരുമെന്നർത്ഥം. അപ്പൊ മാഡത്തിന് തോന്നും എന്റെ സമപ്രായക്കാരായ ധാരാളം പേര് ഈ ഓഫീസിലുണ്ടായിട്ടും രാജാറാം സാറിനോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നതെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല മാഡം, രവി സാറിനെ പോലെ തന്നെയാ എനിക്ക് രാജാറാം സാർ. അത് ഈ ഓഫീസിലെ പൊസിഷൻ വെച്ചിട്ടൊന്നുമല്ല. ഓഫീസിൽ ഞാൻ വന്ന കാലം തൊട്ട് എന്റെ ഓരോ വളർച്ച അറിയാവുന്ന 2 പേരാ രാജാറാം സാറും രവി സാറും. രവി സാറിനോടുള്ളതുപോലെ തന്നെ ബഹുമാനവും സ്നേഹവും എനിക്ക് രാജാറാം സാറിനോടും ഉണ്ട്. ഞാൻ പറഞ്ഞത് ശ്രീലക്ഷ്മി മാഡത്തിന് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. സത്യമാ ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി മാഡം. ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ, വേറെ ഉദ്ദേശത്തോടെ ഒന്നുമല്ല. മാഡം ഒരിക്കലും അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. ഏയ് അതൊന്നുമില്ല. വേണേ ഞാൻ രാജാറാം സാറിനോടൊന്ന് സംസാരിച്ച് മാഡത്തിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യണോ? ഏയ് വേണ്ട മാഡം, മാഡം ഇതിപ്പോഴേ മനസ്സൊന്ന് കളഞ്ഞേക്കേ. ഓക്കെ മാഡം. ശരി മാഡം. ആ മാഡം, ഏതായാലും മാഡത്തിന് രാജാറാം സാറിനെ കുറിച്ച് അറിയണം. അതിനുള്ള ഏക ഉത്തരം രവിചന്ദ്രവർമ്മൻ സാർ മാത്രമാ. ശരി സർ. സാർ ഒരുപാട് യങ് ബിസിനസ് ടാലന്റ്സിന് ഇൻസ്പിറേഷനാ. അതിന് കാരണം സാറിന്റെ ഈ എനർജിയാ. പിന്നെ വർമ്മൻ ഗ്രൂപ്പിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് കേട്ടാൽ എത്ര ചെറുപ്പക്കാരെ അവസരം ചോദിച്ചു വരുന്നത്? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, രവിചന്ദ്രവർമ്മൻ എന്നൊരൊറ്റ പേര്.
ഏതൊരാളിനും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതം. കഴിഞ്ഞ വർഷത്തെ ഐക്കോണിക് ബിസിനസ് ലീഡർ ഓഫ് ദി ഡെക്കേഡ് അവാർഡ് അടക്കം ഇത്രയും കുറഞ്ഞ പ്രായത്തില് എത്ര അവാർഡുകളാ. ചെറിയ പ്രായത്തിൽ തന്നെ സാർ സ്വന്തം ബുദ്ധി കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും അച്ചീവ് ചെയ്തല്ലേ ഈ ബിസിനസ് ഒക്കെ. ശരിക്കും സാർ ഒരു ഹീറോയാ. സാറിന്റെ ഭാര്യയാകാൻ സാധിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ. ഞാനും സാറും ആദ്യമായിട്ട് കണ്ട ദിവസം സാർ എങ്ങനെയിരുന്നത് അതുപോലെ തന്നെയാ ഇപ്പോഴും. ദേ എന്നെ നോക്കിയേ, ഞാൻ മൊത്തത്തിൽ മാറിപ്പോയില്ലേ? എന്റെ എനർജറ്റിക് ഹീറോ ആയ ഭർത്താവ് ആഹാരം കഴിക്കാതിരുന്നാ എങ്ങനെ ശരിയാവും? ഒരു ഭർത്താവിന്റെ ആരോഗ്യവും സൗന്ദര്യമാണ് ഏതൊരു ഭാര്യയുടെയും വിജയം. അതുകൊണ്ട് മതി ശ്രീലക്ഷ്മി തന്റെ ഈ പെർഫോമൻസ്. തന്റെ ഈ പ്രശംസയിലോ അഭിനയത്തിലോ എന്റെ മനസ്സ് മാറ്റാൻ താൻ വിചാരിക്കണ്ട. സർ, മുൻപൊക്കെ തന്റെ ഈ പെർഫോമൻസ് കാണാൻ എനിക്കിഷ്ടമായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? അതിനൊരു ജെന്യൂനിറ്റി ഉണ്ടായിരുന്നു. ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിരുന്നില്ല. സ്നേഹമായാലും ഭക്ഷണമായാലും മനസ്സറിഞ്ഞ് വിളമ്പുമ്പോഴേ കഴിക്കുന്നയാളുടെ മനസ്സും വയറും നിറയും. സർ, രവിസ പ്ലീസ് എന്തേലും കുറച്ച് ഭക്ഷണം കഴിച്ചൂടെ? സാർ ആരോടെ ഈ ദേഷ്യം കാണിക്കുന്നേ? ആരോടെ സാർ പിണങ്ങിയിരിക്കുന്നേ? എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല. പിന്നെ ദേഷ്യം അത് എന്നോട് തന്നെ. അത് വേറെ ആരോടും ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കാരണമല്ലേ ഇത്? ആരോടും ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്റെ ഭാര്യയും ചേർത്താ. സാർ, ഞാൻ എന്തേലും കാണിച്ചതിന് സാറ് പട്ടിണി ഇരുന്നിട്ട് എന്താ കാര്യം? അത് ഞാൻ കാരണമാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം. സാർ അത് കഴിക്കണം. ശ്രീലക്ഷ്മി, താൻ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പറയാൻ ശ്രമിച്ചാലും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. എനിക്ക് വിശപ്പില്ല. അതിലും വലിയൊരു എക്സ്പ്ലനേഷൻ ഇക്കാര്യത്തിൽ എനിക്ക് തരാൻ വേറെ ഇല്ലതാണ്. അതല്ല സാർ, ഞാൻ പ്ലീസ് ലീവ് മീ അലോൺ പ്ലീസ്. രവിസാറിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണത്തിന് മുമ്പൊക്കെ സാറിനെ കുറിച്ച് പറയുമ്പോ 100 നാവായിരുന്നു ശ്രീലക്ഷ്മിക്ക്. അത് കല്യാണത്തിന് മുൻപ്. അതിനുശേഷം ശ്രീലക്ഷ്മിക്ക് നിങ്ങളോട് ചെറിയൊരു അകൽച്ചയുണ്ടല്ലോ. പഴയ പോലെ അല്ല, ശരിയല്ലേ? കൃഷ്ണ ചിലപ്പോ സമ്മതിക്കില്ലായിരിക്കും. ദീപു, തുറന്നു പറയേ. അങ്ങനെ അകലൊന്നും പറയാൻ പറ്റില്ല മാഡം. എങ്കിലും പഴയ പോലെ അല്ല. അതെ, പഴയ പോലെ അല്ല. നിങ്ങളോട് മാത്രമല്ല, എല്ലാവരോടും. സ്വന്തം ഭർത്താവിനോട് പോലും. സ്വന്തം ഭർത്താവും ഭാര്യയും പരസ്പരം പോലും പറയാത്ത രഹസ്യങ്ങൾ കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീരേറ്റ് കോളനിയിൽ നിന്നും വർമ്മൻ ഗ്രൂപ്പിലേക്ക് വന്നപ്പോ അവളുടെ പഴയ സ്വഭാവം അവിടെ തന്നെ ഉപേക്ഷിച്ചു പോന്ന മട്ട. ബ്രദറിൻലോയുടെ കാര്യങ്ങൾ പോലും നോക്കാൻ അവക്കിപ്പോ സമയമില്ല. നിങ്ങള് രണ്ടാളും അവളെ കണ്ട് പറഞ്ഞേക്കെ, അവൾക്കൊന്നിനും സമയമില്ലെങ്കിലും സാന്ദ്ര അതിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ടെന്ന്. അവളുടെ ആബ്സെൻസിൽ മുഴുവൻ സാന്ദ്ര പ്രസന്റ് ആണ്. അതത്ര നല്ല കാര്യമല്ല. കേൾക്കാനും കാണാനും സുഖമുള്ള കാര്യവുമല്ല. മാഡം പറഞ്ഞു വരുന്നത്? അത് തന്നെയാണ് കൃഷ്ണ. ശ്രീലക്ഷ്മി നിർബന്ധിച്ചിട്ടും കഴിക്കാത്ത ആഹാരം സാന്ദ്ര ബ്രദറിൻലോയെ കൊണ്ട് കഴിപ്പിക്കുന്നു. അല്ല, സാന്ദ്ര അതിൽ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവളെ ഡമ്മിയാക്കി നിർത്തി സാന്ദ്ര കളിക്കുന്നു, അത്ര തന്നെ. അതറിയാതെ നിങ്ങളുടെ കൂട്ടുകാരി വേറെന്തൊക്കെയോ ചെയ്യുന്നു. അവളോട് പറഞ്ഞേക്കെ, ഇതവള് കരുതുന്ന പോലെ നിസ്സാര കാര്യമല്ലാന്ന്. ഞാൻ പറഞ്ഞ അവള് കേൾക്കൊന്നുമില്ല. നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ശരി മാഡം, ഞങ്ങൾ അവളോടൊന്ന് സംസാരിക്കട്ടെ. ബാലമ്മ, ഈശ്വര, ഞാൻ ആരും കാണാതെ ചെയ്ത പ്രവൃത്തി ഗായത്രിയമ്മ കണ്ടോ? ഞാൻ എവിടെല്ലാം നോക്കി, ബാലമ്മയെ കണ്ടില്ല. ഞാനൊന്ന് പുറത്തു പോയിരുന്നതാ ഗായത്രിയമ്മേ. എന്താ എന്നെ അന്വേഷിച്ചേ? ഇന്ന് വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോണം ബാലമ്മ. മനസ്സിനെന്തോ ഒരു സമാധാനവും ഇല്ല.
എന്തോ ആപത്ത് ഇനിയും വരാനുള്ളതുപോലൊരു തോന്നല്. ഇന്നലെ നടന്ന കാര്യങ്ങളെ അപേക്ഷിച്ചാണെങ്കിൽ ഗായത്രി അമ്മ അത് മറക്കണം. ഇനി അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തല്ല ബാലമ്മ, വരാനുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. വരാൻ ഇനി ഒന്നുമില്ല ഗായത്രിയമ്മേ. അമ്മയുടെ ആധികൾക്ക് തൽക്കാല ആശ്വാസം കിട്ടിയെന്ന് കരുതിയാ മതി. ഇനി എന്തോ സംഭവിക്കാൻ പോകുന്നു തോന്നൽ വേണ്ട. സംഭവിക്കേണ്ടത് തടയേണ്ടവൻ തടഞ്ഞിട്ടുണ്ട്. എന്നാലും ശ്രീലക്ഷ്മി എന്തിനാ ആ മുറിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി പോകുന്നത്? എന്താ അതിന് മാത്രം അവിടെ ഉള്ളത്? കേട്ടറിവിലും വായിച്ചറിവിലും മനസ്സ് നിയന്ത്രണത്തിലല്ലാതെ വരുമ്പോ പലതും ചെയ്യാൻ പ്രേരണ കൂടും. ചിലപ്പോഴൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രീലക്ഷ്മി കുഞ്ഞിനും കഴിയാതെ വരുന്നുണ്ട്. അതിന് മാത്രം ഇവിടെ എന്ത് പ്രശ്നമാ ബാലമ്മ? പ്രശ്നമല്ല ഗായത്രിയമ്മേ, സംശയങ്ങൾ. ഉപബോധ മനസ്സിലെവിടെയോ കുറെ സംശയങ്ങളുണ്ടാ കുഞ്ഞിന്. പക്ഷേ ആ സംശയങ്ങൾ ചെന്ന് നിൽക്കുന്നത് ഈ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കാൻ പാകത്തിനാവും. ബാലമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? തന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യ എങ്ങനെ മരണപ്പെട്ടു, ഏത് സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നൊക്കെ അറിയാൻ സ്വാഭാവികമായും ശ്രീലക്ഷ്മി കുഞ്ഞിന് ആഗ്രഹം കാണും. പക്ഷേ വേറൊരാളെക്കുറിച്ചല്ല, തന്നെക്കുറിച്ച് തന്നെയാണ് തന്റെ അന്വേഷണമെന്നറിയുമ്പോ അതിന്റെ ആക്കം കൂടും. ഇനിയും ആത്മാവിന് മോക്ഷം കിട്ടാത്ത രാജനന്ദിനി കുഞ്ഞും ശ്രീലക്ഷ്മി കുഞ്ഞും ഒന്നാണെങ്കിലോ? ഗായത്രി അമ്മയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? രവിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പലപ്പോഴും അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. രവിക്ക് രാജനന്ദിനോടാണ് കൂടുതൽ സ്നേഹം എന്നൊരു സംശയം ശ്രീലക്ഷ്മിക്കുണ്ട്. ആ സംശയത്തിൽ ശ്രീലക്ഷ്മി ഇടയ്ക്ക് രാജനന്ദിനെ പോലെ പെരുമാറാറുമുണ്ട്. അതിലപ്പുറം ഒന്നുമില്ല ബാലമ്മേ. പോയത് പോയത് തന്നെയാ. നഷ്ടപ്പെട്ടവർക്ക് അത് തീരാ നഷ്ടം തന്നെയാ. ശ്രീലക്ഷ്മി അങ്ങനെ പെരുമാറുന്നത് സത്യത്തിൽ വിഷമമുണ്ടാക്കുന്ന കാര്യമാ. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള്. ഇനി രാജനന്ദിനിയുടെ ആത്മാവ് ശ്രീലക്ഷ്മിയിലേക്ക് ബാധയെന്നൊക്കെ കേട്ടിട്ടില്ലേ ബാലമ്മ? അങ്ങനെ എന്തെങ്കിലും? ഗായത്രിയമ്മ വിഷമിക്കണ്ട. ഏത് ബാധയും നമുക്ക് ഒഴിപ്പിക്കാം. അധികം വൈകാതെ അമ്മയുടെ ദുഃഖങ്ങളെല്ലാം മാറും. ഈശ്വരൻ സഹായിച്ചാൽ ഞാൻ തന്നെ അതിന് കാരണമാവുകയും ചെയ്യും. ഒരു ലക്ഷ്യം മാത്രം മുഖവിലേക്ക് എടുത്തപ്പോ ഓരോന്നോരോന്നായി പലതും നഷ്ടപ്പെടുവാണ്. ഇനി ഒന്നിനും താമസിച്ചൂടാ. ഉള്ള അറിവുകളും സൂചനകളും കൊണ്ട് ഇന്ന് തന്നെ അന്വേഷണം ആരംഭിക്കണം. ഒരിക്കലും രവി സാറിനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പറയുന്നതൊക്കെ സത്യമാണോ? ശരി ശരി, നിങ്ങളൊരു കാര്യം ചെയ്യേ. താൻ തൽക്കാലം അവിടെ നിന്ന് മാറിയേക്ക്. ഞാൻ അവിടെ എത്തിയതിനു ശേഷം താൻ വന്നാ മതി. പിന്നെ താൻ കണ്ട കാര്യവും എന്നോട് വിളിച്ചു പറഞ്ഞ കാര്യവും ഒരു മനുഷ്യരോടും പറയരുത്. നമ്മുടെയൊക്കെ ജീവിതം തന്നെ തകർക്കാൻ ശക്തിയുള്ളതാണത്. ഇനി കൂടുതൽ സംസാരം ഒന്നും വേണ്ട, അതും ഫോണിൽ. ഓക്കെ, ഞാനിതാ വരുന്നു. രാജാറാം സാറിന്റെ ഈ യാത്രയിലുണ്ടാവും എന്റെ ചില സംശയങ്ങൾക്കുള്ള ഉത്തരം. ഇന്നെന്തായാലും അത് കണ്ടുപിടിക്കണം. അമ്മയിൽ നിന്നും രവിസാറിൽ നിന്നുമൊക്കെ സ്നേഹവും പരിഗണനയും മാഡത്തേക്കാൾ കൂടുതൽ ശ്രീലക്ഷ്മിക്ക് കിട്ടിയപ്പോ സ്വാഭാവികമായ ഒരു പക മാഡത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്തു. അതിൽ അസൂയ മൂത്ത് രവിസാറും ശ്രീലക്ഷ്മിയും കഴിക്കേണ്ട ആഹാരത്തില് മാഡം തന്നെയല്ലേ വിഷം ചേർത്തത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ? അത് പക്ഷെ കഴിച്ചത് സുകന്യയുടെ അമ്മയും പിന്നെ ഒരു മിണ്ടാപ്രാണിയും. വൈദ്യശാസ്ത്രം വളർന്നതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു. നായ ചികിത്സ കിട്ടാതെ ഈ വിഷപ്രയോഗത്തിന്റെ രക്തസാക്ഷിയുമായി. മാഡം,
മാഡം അവള് കൊള്ളാം കേട്ടോ. പഴയ സാൻഡ്രയൊക്കെ പുതിയ ഈ രേഖ മാഡത്തിന്റെ മുൻപിൽ ഒന്നും അല്ലാന്ന് പറയാൻ ഈ സംഭവങ്ങളൊക്കെ പോരെ? സാന്ദ്രേ, വെറുതെ നീ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. എനിക്ക് ശ്രീലക്ഷ്മിയോട് ദേഷ്യം ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അവളെ അങ്ങനെ അപായപ്പെടുത്തണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. എനിക്കറിയാം മാഡം, മാഡം അത് ഒരിക്കലും ചെയ്യില്ല എന്ന്. സാൻഡ്രയിൽ രേഖ മാഡം അങ്ങനെ ഒരു സാധ്യത കണ്ടപ്പോ ഞാനും ഒന്ന് തിരിച്ചടിച്ചു നോക്കി, അത്രേ ഉള്ളൂ. ആരെയും മനസ്സിലാക്കാനുള്ള കഴിവ് മാഡത്തിന് ദൈവം തന്നിട്ടില്ല. അതാണല്ലോ ഇവിടെ പരസ്പരം പിണക്കം ഉണ്ടാവുന്നത്. മാഡം മാഡത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവരുടെ വിഷമങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ആകാശത്തിൽ എത്ര ഉയർന്നു പറഞ്ഞാലും സമ്മാനം മേടിക്കാൻ ഭൂമിയിലേക്ക് ഒരു ദിവസം ഇറങ്ങി വരണമെന്ന് മാത്രം ഓർക്കുന്നത് നല്ലതാ. ഒരാളുടെ കണ്ണുനീരിൽ ചവിട്ടി നിന്ന് എന്ത് നേടിയെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല മാഡം. ഇവിടെ ശ്രീലക്ഷ്മിയുടെ ഓരോ തുള്ളി കണ്ണുനീരിനും മാഡം ഇന്നല്ലെങ്കിൽ നാളെ കണക്ക് പറയേണ്ട ഒരു ദിവസം വരും. അന്ന് ആത്മാർത്ഥമായിട്ട് ഒരു മാപ്പ് പറയാൻ പോലും പറ്റിയില്ലെന്നും വരും. കുറച്ചു നാളല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നതും പരസ്പരം കാണുന്നതും ഒക്കെ. ആ സമയത്ത് മനസ്സിലെ വിദ്വേഷവും പിണക്കവും ഒക്കെ കളഞ്ഞിട്ട് മാഡം പഴയ ആളായിട്ട് എല്ലാവരോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കിക്കൂടെ? ഇനിയെല്ലാം അവിടുത്തെ ഇഷ്ടമാണ്. ഇനി ഇതും പറഞ്ഞ ഞാൻ വരില്ല. അവസാനമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. തീരുമാനം മാഡത്തിന്റെയാണ്. ഒന്ന് താഴ്ന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ഈഗോ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, മാഡം ഒന്നും കേട്ടിട്ടുമില്ല എന്ന് കരുതിയാ മതി. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് മാഡം ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ജീവിക്കുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല. പിന്നെ ശ്രീലക്ഷ്മി പോലെ അല്ല സാൻഡ്ര. ഒരു പരിധി വിട്ട എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടാത്തൊരു സ്റ്റേജ് ഉണ്ട്. അതാണ് മാഡം നേരത്തെ പറഞ്ഞ ആ സാൻഡ്ര. ആ പഴയ സാൻഡ്രയായിട്ട് ഞാൻ ആലോചിച്ചപ്പോ മാഡത്തിന്റെ ബുദ്ധി കൊള്ളാം. സത്യം പറഞ്ഞ ഇത്രയും സമയം ഇങ്ങനെ ഒരു ആലോചന എനിക്കില്ലായിരുന്നു. പക്ഷേ ഇനി പുതിയ തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. കുറച്ച് കണ്ണിങ്ങായിട്ട് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. സാന്ദ്ര എന്താ ഉദ്ദേശിക്കുന്നേ? മാഡം നേരത്തെ പറഞ്ഞതുപോലെ ചില നേരത്തെ പ്രകോപനങ്ങൾ മതിയല്ലോ മനസ്സിനെ വികൃതമാക്കാൻ. പക്ഷെ അതാര് ചെയ്താലും ഇതുപോലെ ഫെയിലിയർ ആവാൻ പാടില്ല. ഇതൊരുമാതിരി ഫ്രൂട്ട്സിലും സ്വീറ്റ്സിലും വിഷമൊക്കെ വെച്ച് ചുമ്മാ മെനക്കേട്. വലിയ റിസ്ക് ഇല്ലാതെ ആരും അറിയാതെ ഈസി ആയിട്ട് വേണം ജീവൻ എടുക്കാൻ. അതിനുള്ള വഴികളൊക്കെ ഈ സാൻഡ്രയ്ക്ക് അറിയാം. സാന്ദ്ര, താൻ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്. എന്തൊരു ക്രൂവൽ മൈൻഡാ തന്റേത്. എന്ത് ചെയ്യാനാ മാഡം, ചില സമയത്ത് നമുക്ക് ചില കൈവിട്ട കളികളൊക്കെ കളിക്കേണ്ടി വരും. എത്ര നാളെന്ന് വെച്ചാ ക്ഷമിക്കുന്നത്? ക്ഷമയുടെ അങ്ങേയറ്റം പറ്റിയ എന്ത് ചെയ്യാനാ? മാക്സിമം ക്ഷമിച്ചില്ലേ? അറം മുട്ടിയ ചേരയും കടിക്കില്ലേ? ഇനി ജീവൻ എടുക്കുക എന്നത് മാത്രമേ ഞാൻ നോക്കിയിട്ട് നിവൃത്തിയുള്ളൂ. ഓഹോ, അപ്പൊ നിന്റെ ഉദ്ദേശം ഇതാണല്ലേ? ബ്രദർ ലോയോട് ഇപ്പൊ തന്നെ ഞാനിത് പറയും. ആ രേഖ മാഡം, മാഡം ഒന്ന് നിക്ക്. പറയുമ്പോ ഇതുകൂടി ഒന്ന് പറഞ്ഞേക്കെ. ഞാൻ വിഷം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് രവി സാറിനോ ശ്രീലക്ഷ്മിക്കോ അല്ല. ആ നറുക്ക് ഇപ്പൊ വീണിരിക്കുന്നത് മറ്റൊരാൾക്കാ. സാന്ദ്ര ഇത് എന്താ പറയുന്നേ? പിന്നെ ആരെയാ സാന്ദ്ര ജീവൻ എടുക്കുന്നൊക്കെ പറയുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.